5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലെ വിമാന ദുരന്തം. ഏകദേശം 290 ആളുകൾ മരിച്ചു. പൈലറ്റ് അടക്കമുള്ളവർ പോയി. മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി പോയി. കേരളത്തിൻ്റെ ഒരു പുല്ലാട്ടുകാരിയായ നഴ്സ് രഞ്ജിത പോയി. അങ്ങനെ വലിയ ദുഃഖമാണ്, രാജ്യം മുഴുവൻ വലിയ ദുഃഖമാണ്. പക്ഷെ ദുഃഖമൊന്ന് കെട്ടടങ്ങി രാജ്യം വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രി അവിടെ പോയി, അമിത്ഷാ പോയി, ഒരുപാട് ആളുകളൊക്കെ പോയി. അത് രാജ്യം ഒന്ന് തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ സോഷ്യൽ ഹാൻഡിലുകളിലെ കമ്മികളും സുഡാപ്പികളും ടീമുകളെല്ലാം ഇറങ്ങിയല്ലോ. നിങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഗുജറാത്തിനെ കുറിച്ച് വളരെ മോശമായി. എനിക്ക് ഗുജറാത്ത് എൻ്റെ ബന്ധുവല്ല, ഗുജറാത്ത് എനിക്ക് ആരുമല്ല. ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സംസ്ഥാനമാണ് ഗുജറാത്ത്. പോകണം. അഹമ്മദാബാദിലും സർദാർ പട്ടേലിൻ്റെ പ്രതിമയൊക്കെ പോയി കാണുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പോയിട്ടില്ലാത്തൊരു സ്റ്റേറ്റാണ്. എനിക്ക് അങ്ങനെ വേറെ താല്പര്യങ്ങളുമില്ല. പക്ഷേ എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾ അവിടെ ഹോസ്റ്റലിൽ ഇടിച്ച് കിറങ്ങുന്ന വിമാനത്തിൻ്റെ ഒരു ചിത്രവും ഇട്ടിട്ട്, പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികളാണ്. ഈ മുസ്ലിങ്ങളെ എന്തിനാണ് നിങ്ങൾ, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പറയിക്കുന്നതിനാണ് നിങ്ങളത് ചെയ്യാൻ പാടില്ല. മുസ്ലിം നാമധാരികൾ, യുക്തിവാദികൾ, പിന്നെ കുറേ കമ്മികൾ, എല്ലാ കമ്മികളും ഇല്ല, കുറേ കമ്മികളും സുഡാപ്പികളുമാണ് ഇത് ചെയ്യുന്നത്. ഗുജറാത്ത് മോശം, കേരളം കൊള്ളാം. കരിപ്പൂർ വിമാനത്താവളം നടന്നപ്പോൾ ഒരു മനുഷ്യനും ആരെയും മോഷ്ടിച്ചില്ല. ഇവിടെ വിമാനത്താവളം അപകടം ഉണ്ടായപ്പോൾ മോഷ്ടിച്ചു. നിങ്ങൾ ചരിത്രം മറന്നു പോകരുത്. പെരുമൺ തീവണ്ടി അപകടം ഉണ്ടായപ്പോൾ സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന 5 പവന്റെ ഡെഡ് ബോഡിയിൽ കിടന്ന 5 പവന്റെ മാല ഉൾപ്പെടെ ഒരുപാട് ഡെഡ് ബോഡികളിൽ നിന്ന് മലയാളി പിള്ളേർ ഓടി നടന്ന് മാല പറിക്കുന്നത് നമ്മുടെ അന്നത്തെ വലിയ വാർത്തയായിരുന്നു. ഞാൻ ആർക്കൈവ്സിലൊന്നും തപ്പി പെട്ടെന്ന് എനിക്ക് ആ ഫോട്ടോ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതും കൂടി ഇടാമായിരുന്നു. പെരുമൺ തീവണ്ടി അപകടം ഒരു വശത്ത് നടക്കുന്നു, ആവേശത്തോടുകൂടി മോഷ്ടിക്കുന്ന കഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ മലപ്പുറത്ത് മറ്റൊരു തീവണ്ടി അപകടം നടന്നപ്പോഴും ആവശ്യം പോലെ മോഷ്ടിച്ചു. ഈ ഇടയ്ക്കൊരു ആംബുലൻസിൽ രോഗിയെ കൊണ്ടുപോകുന്നതിനിടയിൽ ആംബുലൻസിന്റെ ഡ്രൈവറും മറ്റൊരാളും കൂടി മാല മോഷ്ടിച്ചു. തിരുവനന്തപുരത്തടക്കമുള്ള പല സ്ഥലങ്ങളിലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൻ്റെ സ്ഥലത്ത് നിന്ന് പലപ്പോഴും ഈ ആളില്ലാതെയൊക്കെ കൊണ്ടുവരുന്നവരിൽ നിന്ന് ഉരുപ്പടികൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എത്ര കഥകൾ. മോഷണത്തിന് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പം തന്നെ വീടുകളിൽ കയറി പഴംതുണി ഉണ്ടോ എന്ന് ചോക്കിക്കൊണ്ടുവരുന്ന മോഷണക്കാരാരാ? ഗുജറാത്തികളാ? അപ്പോൾ മോഷണത്തിന് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അവിടെ അതുപോലെ തന്നെ എന്തുകൊണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്നപ്പോൾ മോഷണം ഉണ്ടായില്ല? അത് വിമാനത്താവളത്തിന് വേറൊരു സ്ഥലത്തല്ല ഉണ്ടായത്. വിമാനത്താവളത്തിന് ടേക്ക് ഓഫ് ചെയ്ത സമയത്താണ് ഉണ്ടായത്. മാത്രമല്ല ആയിരക്കണക്കിന് പ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ എല്ലാവരും മരിച്ചവരെയും മരിക്കാത്തവരെയൊക്കെ നോക്കാനും മരിക്കാത്തവരെ ആശുപത്രി കൊണ്ടുള്ള തിരക്കായിപ്പോയി. അല്ലാതെ ആളൊഴിഞ്ഞ സ്ഥലമായിരുന്നു, വേറൊരു സ്ഥലത്തായിരുന്നെങ്കിൽ മലയാളി അത്ര മോശമൊന്നുമല്ല മോഷ്ടിക്കാൻ. എല്ലാ സ്ഥലത്തുള്ളവരും മോഷ്ടിക്കും. ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, പെരുമൺ തീവണ്ടി അവിടെയുള്ള കാര്യങ്ങൾ. ഇനി അഥവാ അങ്ങനെ ഗുജറാത്തിൽ ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തനം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അത് കൊണ്ടൊരു സോഷ്യൽ ഹാൻഡിലിട്ട് ഫേസ്ബുക്കിലിട്ട് അതിൻ്റെ താഴെ മലയാളി എന്തോ കേമനാണ്, ഗുജറാത്തികൾ എന്തോ മോശമാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ മോഡിക്കും 2 തെറി പറഞ്ഞ് BJPക്കും 2 തെറി പറയുന്ന ഒരു വല്ലാത്ത ശൈലി, ഭയങ്കര ഒരു ശൈലി തന്നെയാണ്. പിന്നെ വിജയ് രൂപാണി എന്തോ പ്രസംഗം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ മരിക്കേണ്ട തന്നെയാണ്. എന്താണ് ഈ മനുഷ്യർ ഇങ്ങനെ ഇത്ര അധമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? എന്തിനാണ്? നമ്മൾ സാക്ഷരരാണെന്ന് പറയുമ്പോഴും ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാമോ? ഇപ്പോൾ സോഷ്യൽ ഹാൻഡിലുകളിൽ വരുമ്പോൾ കൂടുതലും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ യുക്തിവാദികളുടെയും കമ്പികളുടെയും സുഡാപ്പികളുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലാണ് ഇത് വരുന്നത്. ഗുജറാത്തികൾ മോശം, അല്ല സ്ത്രീകളും ഉണ്ടെന്നേ. സ്ത്രീകളുടെ ഐഡിയുള്ള മുഖമുള്ള പ്രൊഫൈൽ ചിത്രങ്ങളിൽ നിന്നുമൊക്കെ വരുന്നുണ്ട്. സ്ത്രീകളുടെ പേരുള്ളവരുടെ പ്രൊഫൈൽ ചിത്രങ്ങൾ ഇന്നൊക്കെ വ്യാപകമായിട്ട് വരുന്നുണ്ട്. എന്താ വരുന്നത്? ഇങ്ങനെയാണ്, ഗുജറാത്തിൽ ഇങ്ങനെ സംഭവിച്ചില്ലേ, കരിപ്പൂരിൽ സംഭവം കണ്ടോ, ഞങ്ങൾ മോഷ്ടിച്ചോ. കരിപ്പൂർ അന്ന് മോഷ്ടിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ മോഷ്ടിക്കുമല്ലോ എന്ന് പിന്നെ അറിയാം. അതേസമയം ഇവിടെ കെട്ടിടത്തിന്റെ മുകളിൽ വീണപ്പോൾ പിന്നെ എല്ലായിടത്തും മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ വന്ന കുറേ പ്രവർത്തകർ മോഷ്ടിച്ചു. പക്ഷെ അവരെ മോഷ്ടിക്കുന്നത് നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഇവിടെയും മോഷ്ടിക്കും, അവിടെയും മോഷ്ടിക്കും, എല്ലാ സ്ഥലത്തും മോഷ്ടിക്കും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാണോ അവൻ ഈ അധമ വികാരമുള്ളവൻ, മോഷണ സ്വഭാവമൊക്കെ ഉള്ളവർ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവർ ആവശ്യം പോലെ മോഷ്ടിക്കും, എല്ലായിടത്തും നിന്ന് മോഷ്ടിക്കും.